അസ്സലാമു അലൈക്കും. മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റിന്റെ ഇസ്ലാമിക് സമ്മേളനം അടുത്ത മാസം ആദ്യകാലത്ത് നടക്കുകയാണ്. ഇസ്ലാഹി പ്രസ്ഥാനം കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ വമ്പിച്ച പരിവർത്തനം വരുത്തിയ പ്രസ്ഥാനമാണ്. പരിശുദ്ധ ഖുർആന്റെ പ്രചരണത്തിലൂടെയാണ് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിർമ്മാണം ചെയ്തുകൊണ്ട് കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം മുന്നോട്ട് പോയിട്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ എവിടെയാണ് പ്രചരിപ്പിക്കുന്നത് അവിടെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നീങ്ങാതിരിക്കുകയില്ല. ഏകദൈവവിശ്വാസ അധിഷ്ഠിതമായ ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുക എന്നതാണ് നമുക്ക് ഇത് മുഴുവൻ ചെയ്യാനുള്ളത്. ഒന്നാമതായി അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിലേക്ക് ജനങ്ങളെ തിരിച്ചുകൊണ്ടുവരികയും അതിലൂടെ മനുഷ്യവർഗത്തെ ആകമാനം ഏകീകരിക്കുകയും മനുഷ്യ സമൂഹത്തിൽ ഐക്യമുണ്ടാക്കുകയും ചെയ്യുക എന്നത് അതുകൊണ്ടാണ് സാധിക്കുക. അതോടുകൂടി തന്നെ വിദ്യാഭ്യാസ രംഗത്ത് വമ്പിച്ച പരിവർത്തനം ഉണ്ടാക്കേണ്ട ആവശ്യമാണ്. മനുഷ്യൻ അറിവിലൂടെ മാത്രമേ ഒരു യഥാർത്ഥ മനുഷ്യനാവുകയുള്ളൂ. കേവലം അറിവ് മാത്രം ഉണ്ടായാൽ പോരാ, ആ അറിവ് എന്തിന് എന്നുള്ള ദിശാബോധം കൂടി ഉണ്ടായിരിക്കേണ്ടതാണ്. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള പ്രയോജനകരമായ വിദ്യാഭ്യാസം ഉണ്ടാകുകയും ഭൗതികവും ആത്മീയ വിദ്യാഭ്യാസത്തിലൂടെ സമൂഹത്തെ സംസ്കരിച്ചെടുക്കുകയും ചെയ്യുക എന്നാണ് നാം നിർവഹിക്കാനുള്ള കർത്തവ്യം. ഇതിലൂടെ ഒരുപാട് പരിവർത്തനങ്ങൾ ഇസ്ലാഹി പ്രസ്ഥാനത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അക്ഷയജ്ഞാനവുമില്ലാത്ത സ്ത്രീ വിഭാഗത്തിന് വിദ്യാഭ്യാസം നൽകി അവരെ സമൂഹത്തിൽ വളർത്തിക്കൊണ്ടുവരികയും സ്ത്രീധന നിർമ്മാർജ്ജനത്തിലൂടെ സ്ത്രീകളെ അവരുടെ ജീവിതത്തിന് ശരിയായ അർത്ഥം നൽകുകയും ചെയ്യുന്ന ഒരുപാട് പരിവർത്തനങ്ങൾ അതുകൊണ്ടുണ്ടായിട്ടുണ്ട്. ഈ കാര്യങ്ങൾ ഇനിയും വളരെ ശക്തമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് നാം ഉദ്ദേശിക്കുന്നത്. അതിന് ഭാവി തലമുറയെ സൃഷ്ടിക്കാവുന്നതാണ് വിദ്യാർത്ഥികളുടെ ഈ സമ്മേളനത്തിലൂടെയും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഈ പ്രവർത്തനത്തിലൂടെ നമ്മൾ നിർവഹിക്കാനുള്ളത്. MSM എന്നുള്ളത് യഥാർത്ഥത്തിൽ മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ് ആണ്. മുസ്ലിങ്ങൾ എന്നുള്ള ആ പേര് അനർത്ഥമാക്കിക്കൊണ്ട് ഇസ്ലാമിക ലക്ഷ്യത്തോടുകൂടി യഥാർത്ഥ ഇസ്ലാം എന്താണ് എന്ന് അതിന്റെ തനതായ രൂപം സമൂഹത്തിന് കാണിച്ചു കൊടുക്കുകയും മനുഷ്യവർഗത്തിന് ആകമാനം മാർഗദർശനം ചെയ്യുവാൻ ഇത് പ്രയോജനപ്പെടണം. അതിനുവേണ്ടി വിദ്യാർത്ഥികളെ ഇന്ന് ഈ രംഗത്തേക്ക് കൊണ്ടുവരുവാനും ആകർഷിക്കുവാനും അവരെ സംസ്കരിക്കുവാനും ഈ സമ്മേളനവും മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റിന്റെ പ്രവർത്തനവും സജീവമായിരിക്കണം എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റിന്റെ ഈ വരാനിരിക്കുന്ന ഇസ്ലാമിക് സമ്മേളനം ഫെബ്രുവരി 2, 3, 4 തീയതി നടക്കാനിരിക്കുകയാണ്. എല്ലാ നല്ല ജനങ്ങളും ജാതിമത വ്യത്യാസമില്ലാതെ അതിൽ പങ്കെടുക്കണമെന്നും വിദ്യാർത്ഥി സമൂഹത്തിൽ കടന്നുകൂടിയ എല്ലാവിധ അധാർമികതയും നിർമ്മാണം ചെയ്യുവാൻ ഈ വിദ്യാർത്ഥി സമൂഹത്തിന് കരുത്തേകാൻ വേണ്ടി നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. ഏതാണ്ട് ഒരു നൂറ്റാണ്ട് കാലം കേരളത്തിൽ പ്രവർത്തിച്ച നവോത്ഥാന സംരംഭത്തിന്റെ ഒരു 2ാം ഘട്ടം ആരംഭിക്കുകയാണ്. വളരെ അധസ്ഥിതിയിൽ കഴിഞ്ഞിരുന്ന ഒരു സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ വിദ്യാഭ്യാസപരമായും സാംസ്കാരികമായും മതപരമായും അവരെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ കഠിന ത്യാഗങ്ങളുടെ ഒരു നൂറ്റാണ്ടാണ് കഴിഞ്ഞുപോയിട്ടുള്ളത്. നാളെയുടെ വാഗ്ദാനങ്ങൾ അവരാണല്ലോ ഇന്നത്തെ വിദ്യാർത്ഥികൾ. ഇന്ന് നാം കാണുന്ന വലിയ പ്രശ്നം വിദ്യാർത്ഥികളും യുവാക്കളും അവർ വളരെയധികം വഴിതെറ്റിപ്പോയി എന്നതാണ്. ജീവിതരംഗത്ത് വിശുദ്ധി കാത്തുസൂക്ഷിക്കുവാൻ ഈ വിദ്യാർത്ഥി യുവജന സമൂഹത്തിൽ വളരെ ആളുകൾക്ക് സാധിക്കുന്നില്ല. അവരുടെ ജീവിതത്തിൽ മൂല്യങ്ങളെക്കുറിച്ചും നന്മകളെക്കുറിച്ചുമുള്ള വിചാരങ്ങളുണ്ടാകുന്നില്ല. അത്തരം ആലോചനകൾ വരുന്നില്ല. ക്യാമ്പസ് സംസ്കാരം എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾക്ക് പേടി തോന്നുന്ന ഒരു അനുഭവമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ രംഗത്ത് സമൂലമായ ഒരു പരിവർത്തനം ആവശ്യമാണ്. ആ പരിവർത്തനത്തിന് എന്തുകൊണ്ടും നേതൃത്വം കൊടുക്കുവാനുള്ള ശക്തിയും അതിന്റെ അർഹതയും കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിനാണ് ഉള്ളത് എന്ന് നാം വിശ്വസിക്കുന്നു. നാം മുമ്പോട്ട് വെച്ച മുഴുവൻ ആശയങ്ങളും ഈ സമൂഹത്തിൽ ഭാഗികമായോ പൂർണ്ണമായോ വേരോട്ടം നേടിയിട്ടുള്ള കാര്യങ്ങളാണ്. മറ്റൊരു പ്രധാന വിഷയം ഇന്ന് ക്യാമ്പസുകളെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ജീർണതകൾ വളരെ കൂടുതലുണ്ട്. അതിൽ മദ്യവും മയക്കുമരുന്നും അതുപോലെ അവിഹിതമായ ബന്ധങ്ങളും അധാർമിക പ്രവർത്തനങ്ങളും ഗുരുശിഷ്യ ബന്ധത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളും സഹപാഠികളുമായുള്ള സഹവർത്തിത്വത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മോശമായ അനുഭവങ്ങളൊക്കെയുണ്ട്. ഇത് മുഴുവൻ മാറ്റിയെടുക്കാൻ അടിത്തട്ടിൽ നിന്നുള്ള പ്രവർത്തനമാണ് ഉണ്ടാകുക. അതിന് ഒരു ചിന്ത കേരളക്കരയിൽ ഉയർത്തിവിടുക എന്നത്
ഒരു വലിയ സേവനമാണ്. അതാണ് ഇപ്പോൾ ഈ സമ്മേളനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പാരമ്പര്യങ്ങൾ പലപ്പോഴും അന്ധവിശ്വാസങ്ങളായി ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പല മാമൂലുകളും അത് പാരമ്പര്യത്തിന്റെയും പൈതൃകത്തിന്റെയും അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിന് തിരുത്താൻ കഴിയാതെ പോകുന്നത് ഇച്ഛാശക്തി ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ അറിവിൽ നിന്ന് തിരിച്ചറിവിലേക്ക് എത്തുകയും ആ ലഭിച്ച വിജ്ഞാനത്തിന്റെ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ തിരുത്തലുകൾ ജീവിതത്തിൽ, സ്വഭാവത്തിൽ, സംസ്കാരത്തിൽ, പെരുമാറ്റത്തിൽ, ആകെ നമ്മുടെ ഇടപാടുകളിലെല്ലാം തന്നെയും ഒരു പരിവർത്തനം, ഒരു തിരുത്തൽ അത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. ഫെബ്രുവരി 2, 3, 4 തീയതികളിൽ കോഴിക്കോട്ട് വെച്ച് ചേരുന്ന സമ്മേളനം ആ നിലക്ക് ശ്രദ്ധേയമാക്കുന്നതിൽ നിങ്ങളുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്തണം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി ക്ഷണിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.